പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ തിരിച്ചടിയുണ്ട്. CPM-നും CPI-ക്കും, ജനതാദളിൻ്റെ സെക്കുലറിനും, RJD-ക്കും എന്ന് വേണ്ട NCP-ക്ക് വരെ സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള തിരിച്ചടിയുണ്ടായി. പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ടായ തിരിച്ചടിയെക്കുറിച്ചാണ് എല്ലാവരും വളരെ വാചാലമാകുന്നത്. മറ്റു പാർട്ടികൾക്കുണ്ടായ തിരിച്ചടി വെച്ച് നോക്കുമ്പോൾ മാണി ഗ്രൂപ്പിന് അത്ര ഭയാനകമായ ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് ആഗ്രഹിച്ച രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. മറ്റ് ജില്ലാ പഞ്ചായത്തുകളിലാരും പറയാനില്ല. മാണി സാറിൻ്റെ സ്വന്തമായിരുന്ന പാലാ മുനിസിപ്പാലിറ്റി ഏറെക്കാലത്തിന് ശേഷം മാണി ഗ്രൂപ്പുകാരനല്ലാത്ത ഒരു ചെയർമാൻ ഉണ്ടാകാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ മാണി ഗ്രൂപ്പ് നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് മാത്രമല്ല, മാണി സാറിനെ പല രീതിയിലും പുച്ഛിക്കുക പരിഹസിക്കുകയൊക്കെ ചെയ്ത കോൺഗ്രസ്സുകാർക്കും ജോസ് കെ മാണിയെ കൊച്ചാക്കാൻ ശ്രമിച്ച് വലുതാവാൻ ശ്രമിച്ച പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങൾക്കും വിജയമുണ്ടായി. ബിജു പുളിക്കക്കണ്ടം, പിന്നെ ബിനുവിൻ്റെ മകൾ, ഇവർ മൂന്നുപേരും അടുത്തടുത്തുള്ള ഡിവിഷനുകളിൽ നിന്ന് ജയിച്ച് കൗൺസിലർമാരായി. പുളിക്കക്കണ്ടത്തിൻ്റെ മകൾ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണാകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് ജോസ് കെ മാണിക്ക് ഒരു ക്ഷീണം സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനപ്പുറത്ത് വലിയ അത്ഭുതമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം CPI-ക്കും CPM-നും ഉണ്ടായ തിരിച്ചടി വെച്ച് നോക്കുമ്പോൾ, ഈവൻ NCP-ക്ക് കിട്ടിയ പ്രഹരം വെച്ച് നോക്കുമ്പോൾ ജോസ് കെ മാണിക്ക് രാഷ്ട്രീയമായിട്ട് അത്ര വലിയ തിരിച്ചടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ മത്സരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു മന്ത്രിയാകാം എന്ന് ജോസ് കെ മാണി ഒരുപക്ഷെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നടക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമായി. കാരണം പാലായിൽ മാത്രമല്ല, കോട്ടയം ജില്ലയിലെമ്പാടും നമ്മുടെ LDF-ന് വലിയ തിരിച്ചടിയും UDF-ന് വലിയ വിജയവും ഉണ്ടായി. അപ്പോൾ ഇനി പാലായിൽ നിന്നാലും ജയിക്കില്ല, കടുത്തുരുത്തി പോയിന്ന് അവിടെയും ജയിക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമായി. മാത്രമല്ല, ജോസ് കെ മാണി അങ്ങനെ വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പണ്ട് ലോക്സഭാംഗമായിരിക്കുമ്പോൾ രാജ്യസഭയിൽ പോകാൻ താല്പര്യപ്പെട്ടത്. രാജ്യസഭയിൽ ഒരു ഉറച്ച സീറ്റുള്ളതുകൊണ്ടാണ് പുള്ളി നിയമസഭയിലേക്ക് മത്സരിച്ചത്. നിയമസഭയിൽ തോറ്റപ്പോൾ അദ്ദേഹം വീണ്ടും രാജ്യസഭയിലേക്ക് തന്നെ പോയി. ഇനി എങ്ങനെയെങ്കിലും രാജ്യസഭയിലുള്ള ടേം പൂർത്തീകരിക്കുക. ആ ടേം പൂർത്തീകരിക്കുമ്പോൾ ഇടതു മുന്നണിയിൽ നിന്ന് ഒരു ടേമും കൂടി ചോദിക്കുക, കിട്ടുകയാണെങ്കിൽ വീണ്ടും രാജ്യസഭാ അംഗമാകുക. അത്രയൊക്കെ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ രാഷ്ട്രീയത്തിൽ വിജയമെന്ന പോലെ പരാജയവും ഇടയ്ക്ക് ഉണ്ടാവും, വലിയ തിരിച്ചടികൾ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ജോസ് കെ മാണിയെ LDF-ൽ നിന്ന് UDF-ലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ KPCC പ്രസിഡന്റ് അടക്കം ചില ആളുകൾ ചൂണ്ടയുമായിട്ട് അല്ലെങ്കിൽ വലയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജോസ് കെ മാണിയെ കൂടി ഉൾപ്പെടുത്തി കേരള കോൺഗ്രസ് ജോമാ ഗ്രൂപ്പിനെ ചേർത്ത് വലതു മുന്നണിയുടെ ബഹുജന അടിത്തറ വിപുലീകരിക്കണം. എന്നിട്ട് ഇവരെ വെള്ളയും കരിമ്പടവും വിരിച്ച് ഭരണമുന്നണിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പാലാ സീറ്റ് കൊടുത്ത് പാലായിൽ നിന്ന് വിജയിപ്പിച്ച് പുള്ളിക്ക് ധനകാര്യ വകുപ്പോ അതല്ലെങ്കിൽ റവന്യൂ വകുപ്പോ അതല്ലെങ്കിൽ അതിനേക്കാൾ കടുപ്പം കൂടിയ വേറെ ഏതെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് കൊടുത്ത് കേരള സംസ്ഥാനത്ത് ഒരു മന്ത്രിയാക്കി ഇരുത്തി അങ്ങനെ ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം ഭാസുരമാക്കാനായിട്ട് ചില ഭസ്മാസുരന്മാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച. VD സതീശനോ രമേശ് ചെന്നിത്തലയോ ഒന്നും അതിന് താല്പര്യപ്പെടില്ല. കാരണം ഈ മാണി സാറിനെ കൊണ്ടുള്ള ഉപദ്രവം അവർ കുറെ അനുഭവിച്ചാണ്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം മാണിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ബാർക്കോഴ വിവാദം. പിന്നൊന്ന്, തെരഞ്ഞെടുപ്പിന് ശേഷം മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടുപോയതാണ്. മുന്നണി വിട്ടുപോയ മാണി സാറിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കോൺഗ്രസിന് എല്ലാ വിധത്തിലും അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കാൻ അവർ നിർബന്ധിതരായതാണ്. അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ചതിന് ശേഷവും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്, 2020-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്, 19-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് സീറ്റ് മത്സരിച്ച് ജയിച്ച് അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പായിട്ട്, 20-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഐക്യമുന്നണിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് ഇടതു മുന്നണിയിലേക്ക് പോയവരാണ് ഈ മാണി ഗ്രൂപ്പുകാർ. അവരെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യം ഇടതു മുന്നണിക്ക് പറയാം, വലതു മുന്നണിക്ക് പറയാം. നിന്ന നിപ്പിൽ കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും മേലോട്ടും താഴേക്കും പോകാൻ കൽപ്പും മെയ്വഴക്കവും ഉള്ളവരാണ് കേരള കോൺഗ്രസ്.
അത് നയനാരുടെ ജീവചരിത്രത്തിലൊക്കെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുള്ളതാണ്. ഇടതുമുന്നണിയിൽ പാറ പോലെ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞിട്ട് നിന്ന നിപ്പിൽ GK മൂപ്പനാരുടെ കത്ത് വന്നപ്പോൾ മറുകണ്ഠം ചാടിയ മാണി സാറിൻ്റെ ചരിത്രം അറിയാൻ പാടാത്ത ആൾക്കാർക്ക് ലോനപ്പൻ നമ്പാടിൻ്റെ ആത്മകഥ വായിച്ചെങ്കിലും മനസ്സിലാക്കാവും. യാതൊരു തത്വദീക്ഷയുമില്ലാത്ത രാഷ്ട്രീയത്തിൽ യാതൊരു ധാർമ്മികതയ്ക്കും എന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് കൊടുത്തിട്ടില്ലാത്തൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ഈ കേരള കോൺഗ്രസിലെ മാണി ഗ്രൂപ്പാണ്. അവരോട് താരതമ്യം ചെയ്യുമ്പോൾ ജോസഫ് ഗ്രൂപ്പും പിള്ള ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പും ഒക്കെ പുണ്യവാന്മാരാണ് എന്ന് പറയേണ്ടി വരും. ഏതായാലും കേരള കോൺഗ്രസ് സംസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എവിടെ അധികാരമുണ്ടോ അങ്ങടേക്ക് മാറുക എന്നുള്ളത്. എല്ലാ രാഷ്ട്രീയക്കാരും അധികാരത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ യാതൊരു തത്വദീക്ഷയില്ലാതെ രാഷ്ട്രീയ ധാർമ്മികത എന്നൊരു വാക്ക് അവർ നിഘണ്ടുവിലില്ലാത്തൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. ആ മാണി ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന പല ആളുകളും മാണി സാറിൻ്റെ വിശ്വസ്തരായിട്ട് നടന്ന CF തോമസിനെ പോലെ അല്ലെങ്കിൽ തോമസ് ഉണ്ണിയാടനെ പോലെയുള്ള ആളുകൾ പോലും ജോസ് കെ മാണിയുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോയവരാണ്. അപ്പം ഇങ്ങനെ ഒരു പാർട്ടിയെ, ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഇപ്പോൾ സാമാന്യം തരക്കേടില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐക്യമുന്നണിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന കാര്യം കോൺഗ്രസ്സുകാർക്ക് സംശയമുണ്ടെങ്കിലും മാധ്യമങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാണി ഗ്രൂപ്പിനെ കൊണ്ടുവരണം. മാണി ഗ്രൂപ്പ് കൂടി ഉണ്ടെങ്കിൽ ഈ മുന്നണിയുടെ അടിത്തറ സ്ട്രോങ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ അത്ര എളുപ്പത്തിൽ ഇവർ വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അതിന് ചില എളുപ്പ വഴികളുണ്ട്. ഒന്ന് KC വേണുഗോപാൽ വഴിക്ക് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത്, അതൊരു വഴിയാണ്. അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമുള്ള വഴി കത്തോലിക്ക മെത്രാന്മാർ വഴിക്ക് ഹൈക്കമാൻഡിനെ സമീപിക്കുക എന്നുള്ളതാണ്. പാലാ മെത്രാനും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പും എല്ലാവരും കൂടി ചേർന്ന് സംയുക്തമായ ഒരു ഇടയലേഖനം തയ്യാറാക്കി അത് സോണിയാഗാന്ധിയുടെ പേർക്ക് ഡൽഹിയിലുള്ള വത്തിക്കാൻ്റെ പ്രതിനിധി വഴിക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പുനരാലോചന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ പിന്നെ മൂന്നാമതൊരു വഴിയുണ്ട്, അതായിരിക്കും ഒന്നുകൂടി എളുപ്പം എന്നെനിക്ക്. അത് നേരെ പാലായിൽ നിന്ന് കരിങ്ങോഴക്കൽ തറവാട്ടിൽ നിന്ന് ജോസ് കെ മാണിയും വിശ്വസന്മാരും കൂടി മലപ്പുറത്ത് ചെന്ന് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളല്ല, ഇപ്പോഴത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ അതിന് കൂടെ തന്നെ പാണ്ടിക്കടവത്ത് പോയി കുഞ്ഞാപ്പയും കണ്ട് ഒരു നിവേദനം കൊടുക്കുക. ചെയ്യരുതാത്തത് ചെയ്തവരെങ്കിലും എന്നെ തള്ളല്ലേ തമ്പുരാനെ. ഞങ്ങളും ഈ UDFിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്ന ആളുള്ളൂ, മാണി സാറ് കൂടി ചേർന്നിട്ടാണല്ലോ UDFിനെ UDF ആക്കിയത്. അപ്പോൾ ആ പഴയ പരിചയവും പാരമ്പര്യവും പൈതൃകവും എല്ലാം പരിഗണിച്ച് ചെയ്യരുതാത്തത് ചെയ്തവരെങ്കിലും ജോസ് കെ മാണിയെ തള്ളല്ലേ തമ്പുരാനെ എന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങളുടെ മനസ്സലിയും കുഞ്ഞാപ്പയുടെയും മനസ്സലിയും. കുഞ്ഞാപ്പയാണ് പണ്ട് ഇതുപോലെ വിട്ടെറിഞ്ഞു പോയ ജോസ് മോനെ തിരിച്ചു കൊടുത്ത് രാജ്യസഭാ സീറ്റ് വാങ്ങിച്ചു കൊടുത്തത്. ഈ കുഞ്ഞാപ്പ തന്നെയാണ് മുടിയനായ പുത്രനായിട്ട് കോൺഗ്രസിൽ നിന്ന് DIC ഉണ്ടാക്കി പോയ K മുരളീധരന് DICയെ തിരിച്ചു കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ അത്ഭുത പ്രവർത്തകനായ കുഞ്ഞാപ്പ വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവും. ലീഗുകാർക്കും ഇതുകൊണ്ട് ചെറിയ ഗുണമുണ്ട്. നമ്മുടെ നാട്ടിലെ കത്തോലിക്ക മെത്രാന്മാർ പൊതുവിലും കത്തോലിക്ക വൈദികർ പ്രത്യേകിച്ചും ഈ നാട്ടിൽ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾക്കെതിരെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള മുസ്ലിം ലീഗ് വിഴുങ്ങാൻ പോകുന്നു, ഇവിടെ ക്രിസ്ത്യാനികൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് ഇടപെടുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ മൈലേജ് വർദ്ധിക്കും. UDFിൽ പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് അല്ല ലീഗാണ് എന്ന് തെളിയിക്കാൻ സാധിക്കും. മാത്രവുമല്ല ജോസ് കെ മാണിയും അതോടൊപ്പം കത്തോലിക്ക വൈദിക നേതൃത്വവും ലീഗിനോട് എക്കാലവും കൃതജ്ഞതാഭരിതരായിരിക്കും. ഈ രീതിയിലുള്ള പ്രചരണങ്ങൾക്കും അറുതി വരും. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു മതേതര മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പാർട്ടിയാണ് എന്ന ഒരു ധാരണ മധ്യതിരുവാങ്കൂറിലെ എല്ലാ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. കുറച്ച് കത്തോലിക്ക മതവിശ്വാസികളെങ്കിലും ആ ഒരു നിലപാടിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ഈ വിഷയത്തിൽ മെത്രാന്മാരും അതുപോലെ ജോസ്മോനും പ്രിയപ്പെട്ട കുഞ്ഞാപ്പയും ഒത്തുപിടിച്ച് ശ്രമിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ പ്രത്യാശ. എല്ലാവർക്കും ഈ നോമ്പ് കാലത്ത് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇടതുമുന്നണിയിൽ നിന്ന് ജോസ് കെ മാണി പോകുന്നുണ്ട്. ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് ആ ഒരു ദോഷം വരാൻ പോകുന്നില്ല. വലതു മുന്നണിയിലേക്ക് ചെല്ലുന്നതുകൊണ്ട് അവിടെ ചില ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും ഇതിൽ സങ്കടപ്പെടേണ്ടതില്ല. ജോസ്മോൻ്റെ തലയിലെടുത്ത് അദ്ദേഹം തന്നെ അനുഭവിച്ച് തീരെ മാറുന്നു.